അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി. എൻ്റെ പേര് ആൻ. ഞാൻ കോട്ടയത്തു നിന്നാണ് വരുന്നത്. ഞാൻ നേഴ്സാണ്. ഞാൻ നഴ്സിംഗ് പഠനം പൂർത്തിയായതിന് ശേഷം എല്ലാവരുടെയും ആഗ്രഹം പോലെ അത്യധികമായി ഞാൻ ആഗ്രഹിച്ച് ഞാൻ OET എഴുതാൻ പോയി. അങ്ങനെ 5 തവണ ഞാൻ OET എഴുതി. എനിക്ക് പണ്ട് തൊട്ടൊരു പ്രശ്നമുണ്ട്. സ്പീഡിൽ സംസാരിക്കുമ്പം എനിക്ക് നാക്കിന് ആർക്കും ഒന്നും മനസ്സിലാവത്തില്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു 5 തവണ OET സ്പീക്കിങ്ങിന് ഏറ്റവും കുറവ് മാർക്ക് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു, മാതാവേ, എൻ്റെ നാക്കിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കും എനിക്ക് കിട്ടാത്തതെന്ന്. ഞാൻ അതങ്ങനെ OET എനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല, ഞാനത് വേണ്ട എന്ന് തീരുമാനിച്ചു. എല്ലാവരും പറഞ്ഞു വേണ്ട, നമുക്ക് സൗദി വല്ലതും നോക്കാം. പക്ഷേ എനിക്ക് ഉള്ളിൽ ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് യൂറോപ്യൻ കൺട്രിയിൽ പോയി ജോലി ചെയ്യണം എന്നുള്ള കാര്യം. അങ്ങനെ ഞാൻ ആഗ്രഹിച്ച് സൗദി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. എന്നാലും എനിക്ക് ഈ ആഗ്രഹം വിടാൻ ഉദ്ദേശിക്കുന്നില്ലായിരുന്നു ഞാൻ. അപ്പോൾ അങ്ങനെ ഞാൻ ഡ്യൂട്ടി ആയിരുന്ന സമയത്ത് എൻ്റെ കൊളീഗ് ഒരു ചേച്ചിയാണ് പറഞ്ഞത് കൃപാസനത്തെ പറ്റിയും കൃപാസന മാതാവിനെ പറ്റിയും. അങ്ങനെ ഞാൻ ആദ്യം യൂട്യൂബിൽ വീഡിയോ ഒക്കെ കണ്ടു, ഉടമ്പടിയെ പറ്റി അറിഞ്ഞു. അപ്പോൾ ഞാൻ ഉറപ്പായിട്ടും തീരുമാനിച്ചു, ഞാൻ ഇനി ഒരു OET എഴുതുന്നുണ്ടെങ്കിൽ അത് ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷമായിരിക്കും എന്ന് ഉറപ്പിച്ച് ഞാൻ തീരുമാനിച്ചു. അതിനുശേഷം ഞാൻ വീട്ടിൽ പറഞ്ഞു. വീട്ടിൽ എൻ്റെ കുടുംബപരമായിട്ട് എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്തു. ഞാൻ എൻ്റെ കുടുംബമായിട്ടാണ് ഇപ്പോൾ സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നത്. എൻ്റെ പപ്പയും അമ്മയും അനിയത്തി അനിയനും എല്ലാവരും ഉറച്ച് വിശ്വസിച്ച് നീ എഴുതിക്കോ, ഒന്നും കൂടി OET എഴുത്, മാതാവ് നമുക്ക് തരും എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ 6ാമത്തെ പ്രാവശ്യം OET എഴുതാൻ തീരുമാനിച്ചു. അപ്പോൾ ഞാൻ എല്ലാവരും പറഞ്ഞു സ്പീക്കിങ്ങൊക്കെ കോയമ്പത്തൂരൊക്കെയാണ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ 5 തവണ അവിടെയൊക്കെ പോയി കാശ് മുടക്കി പോയിരുന്നാണ് ഞാൻ OET എഴുതിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ഈ തവണ തീരുമാനിച്ചു, മാതാവേ, എനിക്ക് മാതാവ് ഉണ്ടല്ലോ കൂടെ. ഉടമ്പടി ഞാൻ അങ്ങനെ 2023 ഒക്ടോബർ 15-ാം തീയതി ഞാൻ ഉടമ്പടി വന്നെടുത്തു. അപ്പോൾ ഞാൻ ഉറപ്പായിട്ട് തീരുമാനിച്ചു, മാതാവേ, ഉറപ്പാണ് എനിക്ക് ഉടമ്പടി എടുത്തല്ലോ, അപ്പോൾ എനിക്ക് എന്തായാലും കിട്ടും. അതുകൊണ്ട് ഞാൻ കോട്ടയത്ത് തന്നെ എഴുതുന്നുള്ളൂ OET എക്സാം തീരുമാനിച്ചു. അങ്ങനെ ഞാൻ OET എക്സാം കോട്ടയം എഴുതിയപ്പോൾ ഞാൻ ഭയങ്കര അത്ഭുതം എന്ന് പറയട്ടെ, ഞാൻ പാസ്സായി. അപ്പോൾ ആ സമയത്ത് ഞാൻ സാക്ഷ്യങ്ങൾ കേൾക്കുമായിരുന്നു ഒരുപാട്. അപ്പോൾ ഞാൻ ഈ ഉടമ്പടി വസ്തുക്കൾ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ സാക്ഷ്യങ്ങൾ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ കാശിരൂപം എൻ്റെ മാലയിൽ കോർത്തിട്ടിട്ടാണ് ഞാൻ എക്സാമിന് പോയത്. അതുപോലെ തന്നെ ഉപ്പ് ഞാൻ നമ്മുടെ എക്സാം സെൻറ്ററിനെ ഇട്ടിട്ടാണ് ഞാൻ കയറിയത്. ഞാൻ എണ്ണ അകത്ത് കയറ്റാൻ പറ്റില്ല. അപ്പോൾ ഞാൻ കുരിശ് വരച്ച് നെറ്റിയിലും കഴുത്തിൻ്റെ എവിടെയും കുരിശ് വരച്ച് ഞാൻ കയറി. അപ്പോൾ ആ എണ്ണ എടുത്ത് ഞാൻ OET പേപ്പറിൽ മാതാവെ കാത്തോണ്ട് ഇതെൻ്റെ അവസാനത്തെ എഴുത്താണ്, ഞാൻ ഇനി ഈ എഴുതിയ സാഹചര്യം വരുത്തരുതെന്ന് ഉറപ്പിച്ച് അങ്ങനെ വിശ്വസിച്ച് ഞാൻ പ്രാർത്ഥിച്ച് കാശുരൂപം പിടിച്ചുകൊണ്ട് എനിക്ക് ബാക്കി 5 എക്സാം എഴുതിയതിലും ഏറ്റവും പാട് എനിക്ക് 6ാമത്തെ ആയിരുന്നു. അപ്പം അങ്ങനെ എനിക്ക് മാതാവ്, പിന്നെ ഞാൻ 3 മൊഡ്യൂൾസ് കഴിഞ്ഞു മാതാവ് എനിക്ക് പാടായിരുന്നല്ലോ, സ്പീക്കിംഗ് എനിക്ക് അതിലും പാടായിരിക്കും, കാരണം എനിക്ക് ഓൾറെഡി നാക്കിൻ്റെ പ്രശ്നമുണ്ട്. അപ്പം ഇങ്ങനെ ഒരു വൈദികൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ മാതാവിന് ഏറ്റവും വിശ്വാസമുള്ളൊരു പള്ളിയിൽ ഒരു മണി സമർപ്പിച്ചാൽ നല്ലതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു മണി എൻ്റെ ഏറ്റവും വിശ്വാസമുള്ള കൃപാസനത്തിൽ വന്ന് സമർപ്പിച്ചിരുന്നു. അതിനുശേഷം ഞാൻ സ്പീക്കിങ്ങിൻ്റെ സമയത്ത് ഞാൻ ഇരുന്ന സമയത്ത് മാതാവ് എനിക്ക് എന്തൊരടയാളം കാണിച്ചു തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അന്നേരത്തേക്കിന് അത്ഭുതം എന്ന് പറയട്ടെ. അപ്പം നമുക്ക് സ്പീക്കിങ്ങിൻ്റെ സമയത്ത് നമ്മൾ അവിടെ ചെന്ന് ചോദിക്കണം, ഹൗ ക്യാൻ ഐ അഡ്രസ്, ഞങ്ങളത് എങ്ങനെയാണ് അഭിസംബോധന ചെയ്യേണ്ടതെന്ന് ചോദിക്കണം. അപ്പോൾ ആ ഇൻ്റർലൊക്കേറ്റർ എന്നോട് ഇങ്ങോട്ട് പറയുവാണ്, മേരി, യു ക്യാൻ കോൾ മീ മേരി. മേരി എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്കറിയില്ല, എനിക്ക് ഭയങ്കരമായിട്ട് എന്തൊക്കെയോ ശരീരത്തിൽ കൂടെ കയറുന്ന ഒരു ഫീല് സത്യമായിട്ടും വന്നു. അപ്പോൾ ഞാൻ ഉറപ്പിച്ചു, ഇത് മാതാവാണ് എൻ്റെ മുമ്പ് ഇരിക്കുന്നത്, ഞാനെന്തിനാണ് പേടിക്കുന്നത്, ഞാൻ എൻ്റെ നാക്കിന് ഒരു പ്രശ്നവും ഇല്ലാതെ, ഞാൻ ഒരു തടസ്സങ്ങളും ഇല്ലാതെ ഞാൻ മൊത്തത്തിൽ സ്പീക്കിങ് പറഞ്ഞു തീർത്തു. അപ്പോഴും എനിക്ക് പേടിയായിരുന്നു. പക്ഷേ എനിക്ക് മാതാവ് കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ റിസൾട്ട് വരാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ പ്രാർത്ഥനയിലൊക്കെ ഭയങ്കര വീക്കായിരുന്നു. അതിനുശേഷം എനിക്ക് പള്ളിയിൽ പോകാൻ രാവിലെ എഴുന്നേറ്റ് തിരി കത്തിച്ച് പ്രാർത്ഥിക്കാനൊക്കെ ഭയങ്കര മടിയുള്ള ആളായിരുന്നു. അപ്പോൾ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, എൻ്റെ ഒരു ജൂനിയർ കോച്ചിൻ്റെ റൂംമേറ്റായിട്ട് ഉണ്ടായിരുന്നു. അപ്പം അവളുടെ ഒരു ഇൻഫ്ലുവൻസ് നന്നായിട്ടുണ്ട്. എന്നാൽ പോലും എനിക്ക് ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ 5:30 എഴുന്നേൽക്കും, പ്രാർത്ഥിക്കും. ഞാൻ ഹോസ്പിറ്റലുകളിൽ പോയി രോഗികളെ സന്ദർശിക്കും, അവർക്ക് പത്രം കൊടുക്കും. നമ്മുടെ കൊന്ത ചൊല്ലാൻ എനിക്ക് അറിയില്ലായിരുന്നു, കാരണം ഞാൻ ഓർത്തഡോക്സ് ആണ്. അപ്പോൾ ഞാൻ പക്ഷേ കൊന്ത ജപമാല വാങ്ങിച്ച് ഞാൻ കൊന്ത ചൊല്ലാൻ പഠിച്ചു. പിന്നെ കൊന്ത ചൊല്ലാൻ ആരംഭിച്ചു. നൊവേനയിലും കുർബാനകളിലൊക്കെ പോയി പങ്കെടുക്കാൻ തുടങ്ങി. രോഗികളെ സന്ദർശിക്കും, അവർക്ക് തൈലം കൊടുക്കുക, ഉപ്പ് കൊടുക്കുമായിരുന്നു, അങ്ങനെയൊക്കെ ചെയ്തു. അതിനുശേഷം ഞാൻ റിസൾട്ട് വരുന്ന അന്ന് ആയപ്പോഴത്തേക്കിനും
ഞാൻ മെയിൽ വന്നപ്പോഴേ ഞാൻ കൃപാസനത്തിൽ ഓടി വന്നു. രാവിലെ തന്നെ മെയിൽ വന്നപ്പോൾ എനിക്ക് ഓടി വന്നു. പക്ഷെ അന്ന് എനിക്ക് എന്താ ടെക്നിക്കൽ എറർ കാണാൻ വന്നില്ല. ഞാൻ ഇവിടെ കുറേ നേരം പ്രാർത്ഥിച്ചിട്ട് പോയി, മാതാവേ എനിക്ക് എന്താ റിസൾട്ട് വന്നില്ലല്ലോ എന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു പോയി. പക്ഷേ എനിക്ക് ഉറച്ച് വിശ്വാസം ഉണ്ടാകും. ഞാൻ വീട്ടിൽ ആരോടും പറഞ്ഞില്ല ഈ റിസൾട്ട് വന്ന കാര്യമൊന്നും. പിറ്റേ ദിവസം എനിക്ക് റിസൾട്ട് വന്ന മെയിൽ വന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് അടുത്തുള്ള പള്ളിയിൽ പോയി ഞാൻ തുറന്നു നോക്കിയപ്പോൾ എനിക്ക് OET സ്കോറുണ്ട്, അയർലൻഡ് സ്കോർ. കഴിഞ്ഞ 5 തവണ ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് എഴുതിയിട്ടും കിട്ടാതെ ഏറ്റവും കൂടുതൽ മാർക്ക് സ്പീക്കിങ്ങിനായിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അങ്ങോട്ടുള്ള അപ്പം ഞാൻ മാതാവിനടുത്ത് നന്ദി പറയാൻ ഓടി വന്നു. എനിക്ക് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. അപ്പം സിസ്റ്റർ പറഞ്ഞു എനിക്ക് ഇനിയും അത്ഭുതങ്ങൾ വരാനുണ്ട്. അപ്പം പാസ്പോർട്ടും ടിക്കറ്റുമായിട്ട് വന്ന് കുടുംബത്തോടെ വന്ന് ഇത് സാക്ഷ്യം പറയാനായിരുന്നു എൻ്റെ ആഗ്രഹം. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ അപ്പം പാസ്സായി. ബാക്കിയെല്ലാം അത്ഭുതമെന്ന് പറയട്ടെ, പെട്ടെന്ന് തന്നെ ഇൻ്റർവ്യൂ വന്നു. ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് അതുപോലെ തന്നെ എനിക്ക് നാക്കിൻ്റെ പ്രശ്നം, എനിക്ക് പേടിയായിരുന്നു. എങ്ങനെ 4 ഇൻ്റർലൊക്കേറ്റേഴ്സ് ഐറിഷുകാരാണ് വന്ന് ഡയറക്റ്റ് ഇൻ്റർവ്യൂ എനിക്ക് കിട്ടി. പക്ഷേ എനിക്ക് അറിയില്ല, അവരുടെ ഇത്രയും ഫ്ലുവൻ്റായിട്ട് ഞാൻ ഒരിക്കൽ പോലും ഇംഗ്ലീഷ് പറഞ്ഞിട്ടില്ലായിരുന്നു. അതുപോലെ എനിക്ക് ഇംഗ്ലീഷ് പറയാൻ എനിക്ക് മാതാവ് ആ സമയത്ത് എൻ്റെ കാശിരൂപവും ഞാൻ ആ സെൻറ്ററിൽ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് കാശിരൂപം കയ്യിൽ പിടിച്ചുകൊണ്ടാണ് പോയത്. അപ്പോൾ അതിന് ഞാൻ സെലക്റ്റായി. ബാക്കി എല്ലാ കാര്യങ്ങളും മാതാവ് എനിക്ക് സാധിച്ചു തന്നു. അതുകൊണ്ട് തന്നെ പിന്നെ എൻ്റെ കുടുംബത്തിന് ആദ്യമൊന്നും അത്ര വലിയ വിശ്വാസം ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പം എൻ്റെ കുടുംബം മാതാവിലും തിരുമുഖന്മാരിലും പൂർണ്ണമായി വിശ്വസിച്ചു. അതുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും ഒന്നിച്ചു വന്ന് ഈ മാതാവിൻ്റെ സന്നിധിയിൽ സാക്ഷ്യം പറയുന്നത്. മാതാവ് ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും തിരുക്കുമാരനും നന്ദി. എന്നെ ഒരു സങ്കീർത്തനം ഞാൻ ഭയങ്കര എനിക്ക് ഇൻഫ്ലുവൻസ് ചെയ്തായിരുന്നു. ഞാൻ ഒരു എക്സാം എഴുതി ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എന്തെങ്കിലും ആവശ്യം വന്നാൽ ഓടിപ്പോയി ബൈബിൾ തുറന്ന് വായിക്കുമായിരുന്നു. അപ്പം ഞാൻ എപ്പോൾ തുറന്നാലും എനിക്ക് കിട്ടുന്ന സങ്കീർത്തനം 37:4 യഹോവയെ രസിച്ചുകൊള്ളുക, നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. അതായിരുന്നു എന്നെ എപ്പോഴും എനിക്ക് അതാ കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് ഉറപ്പായി മാതാവ് എനിക്ക് മാതാവ് അനുഗ്രഹമുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് അങ്ങനെയായിരുന്നു. എൻ്റെ കുടുംബത്തിനും എനിക്കും ചെയ്ത എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും മാതാവിനടുത്ത് നന്ദി പറയുന്നു. പാസ്പോർട്ടും ടിക്കറ്റും ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ ഫെബ്രുവരി 3-ാം തീയതി പോവുകയാണ്. അയർലൻഡിലാണ് പോകുന്നത്. ഞാൻ പ്രതീക്ഷിക്കാത്തതിലും നല്ല സാലറിയും നല്ല ഹോസ്പിറ്റലുമാണ് എനിക്ക് ഇൻ്റർവ്യൂ ഞാൻ സെലക്ട് ആയിരിക്കുന്നത്. പ്രത്യേകമായി മാതാവിനോട് നന്ദി പറയുന്നു. ഞാൻ ആദ്യം രാവിലെ എഴുന്നേൽക്കത്തില്ല, പ്രാർത്ഥിക്കത്തില്ല, അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ കുടുംബ പ്രാർത്ഥനയിൽ ഞങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്നു. കുടുംബ പ്രാർത്ഥനയുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് പള്ളിയിൽ പോകും, കുർബാനയിൽ പങ്കെടുക്കും. പിന്നെ ആ കാരുണ്യപ്രവൃത്തികൾ ഞാൻ മാത്രമല്ല, എൻ്റെ വീട്ടുകാരുടെ കുടുംബവും ഞങ്ങൾ ഒന്നിച്ചാണ് എല്ലാവരും ചെയ്യുന്നത്. നിയമാവർത്തന പുസ്തകം 7:7 തിരുവചനം അരുളി ചെയ്യുന്നു, കർത്താവ് നിങ്ങളെ സ്നേഹിച്ചതും തിരഞ്ഞെടുത്തതും മറ്റ് ജനതകളേക്കാൾ നിങ്ങൾ എണ്ണത്തിൽ കൂടുതലായിരുന്നത് കൊണ്ടല്ല, നിങ്ങൾ മറ്റെല്ലാ ജനതകളെയേക്കാൾ ചെറുതായിരുന്നു. OET എക്സാമും അതിനോടനുബന്ധിച്ച് തനിക്ക് അയർലൻഡ് സ്കോർ ലഭിക്കുകയും അയർലൻഡിൽ പോകുവാനുള്ള എല്ലാ കാര്യങ്ങളും ക്ലിയർ ആവുകയും ചെയ്ത് എൽസ ജോർജ് ഇവിടെ പറയുന്ന സാക്ഷ്യം, തനിക്ക് 5 പ്രാവശ്യം താൻ അറ്റൻഡ് ചെയ്തിട്ടും തനിക്ക് കിട്ടാത്തത് 6ാമത്തെ പ്രാവശ്യം തനിക്ക് കിട്ടുകയും, എന്നാൽ അത് ഏറ്റവും ഹോപ്പ്ലെസ് ആയിരുന്നു എന്നാണ് പറയുക. അതായത് ഏറെ ടഫായിട്ടുള്ള ഒരു എക്സാം. 5 പ്രാവശ്യം എഴുതിയപ്പോഴും ഈസി ആയിരുന്നു എക്സാം, 6ാമത്തെ പ്രാവശ്യം ഏറ്റവും ടഫ്. എന്നാൽ ഇത് പരിശുദ്ധ അമ്മ എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇടപെടുക? ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അത് നമുക്ക് ഒന്നും കൂടി വ്യക്തമാക്കി തരുവാനാണ്. തനിക്ക് താൻ പഠിച്ചിട്ട് പോയി എഴുതിയതൊക്കെ എളുപ്പമായിട്ട് തനിക്ക് തോന്നി. എന്നാൽ പരിശുദ്ധ അമ്മ ഏറ്റെടുത്ത് അമ്മ എഴുതുന്ന എക്സാം, അല്ലെങ്കിൽ ഈശോ നമുക്ക് കൂടെ വന്നിരുന്ന ഈശോ നമ്മെ കൈപിടിച്ച് നയിക്കുന്ന ഓരോ വഴികൾ, അവിടെ ദൈവമാണ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുക. നമ്മുടെ എഫേർട്ട് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്കത് ടഫായിട്ട് അനുഭവപ്പെടും. അങ്ങനെ ഇന്ന് തനിക്ക് തൻ്റെ പാസ്പോർട്ടും ടിക്കറ്റും എല്ലാം വിസയും എല്ലാമായിട്ട് അതെല്ലാം ക്ലിയറായി ഇന്ന് ഇവിടെ വന്ന് ഈ മകൾ സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ, താൻ എങ്ങനെയുള്ള മകളായിരുന്നു, എന്നാൽ ഇപ്പോൾ തൻ്റെ പ്രൊഫഷൻ തന്നെ, താനൊരു നേഴ്സാണ്, ആ പ്രൊഫഷൻ തന്നെ ഒരു കാരുണ്യ പ്രവർത്തികൾക്ക് വേണ്ടിയിട്ട്, അതായത്
കുറേ കൂടി കരുതലോടെ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാൻ തനിക്ക് കഴിയുന്നു. ഇന്ന് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ ഉടമ്പടി ധ്യാനത്തിൽ പറഞ്ഞു, സുവിശേഷ പ്രവർത്തനം അത് ഉടമ്പടിയുടെ തലയാണ്. കാരുണ്യ പ്രവർത്തികൾ അതാണ് ഹൃദയം, ഉടമ്പടിയുടെ ഹൃദയമാണ് കാരുണ്യ പ്രവർത്തികൾ. അപ്പോൾ ഈ കാരുണ്യ പ്രവർത്തികൾ, പ്രേക്ഷിത പ്രവർത്തനം, ഇതെത്രമാത്രമാണ് വ്യക്തികളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നത്, മറ്റുള്ളവരെ കരുതുന്ന വ്യക്തികളാക്കുവാൻ നമ്മെ സഹായിക്കുന്നത്. അങ്ങനെ തിരുവചനം അരുളി ചെയ്യുന്നത് പോലെ മറ്റെല്ലാ ജനതകളെയുംകാൾ ചെറുതായിരുന്ന, അല്ലെങ്കിൽ മറ്റു പലരും കാണുന്നത്ര നമ്മേക്കാൾ മിടുക്കരാകുമ്പോൾ അവർക്ക് കിട്ടാത്തത് എന്തുകൊണ്ട് നമുക്ക് ലഭിച്ചു? അത് ദൈവത്തിൻ്റെ കരുണ മാത്രം, അവിടുത്തെ കൃപ മാത്രം. അതാണ് ഇന്ന് നമ്മുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ഓരോ മക്കളും കുടുംബവും പങ്കുവയ്ക്കുക. കുടുംബം ഒന്നിച്ച് ഇവിടെ വന്ന് നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ തങ്ങൾക്ക് ജപമാല തനിക്ക് അറിയില്ലായിരുന്നു, എന്നാൽ അത് താൻ പഠിച്ചു, അങ്ങനെ താനത് പ്രാർത്ഥിക്കുന്നു. നമ്മെ സ്വർഗവുമായിട്ട് ബന്ധിപ്പിക്കുന്ന കണ്ണിയാണ് ജപമാല. അമ്മയിലൂടെ നമുക്ക് കൂടുതൽ കൃപ നേടാൻ ഇടയാകട്ടെ. കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.